കർണാടകയിലെ സിരൂരിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. സിരൂരിലെ ഹോനാവാര കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇതിനിടെയാണ് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് വരുന്നത്. കടലിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും 60 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുൻ അടക്കമുള്ള 3 പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കാലിൽ വല കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈശ്വർ മാൽപെ സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങിയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹം ആണോ എന്നറിയാൻ കരയിൽ എത്തിച്ച് പരിശോധന നടത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. ഗംഗാവരി പുഴ ഒഴുകിച്ചേരുന്ന സ്ഥലത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചത് എന്നാണ് വിവരം. ഗംഗാവരി പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തു നിന്നും ഒരു മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു കടലിൽ ഈ മൃതദേഹം എന്നായിരുന്നു വിവരം. അതിനിടെ DNA പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം രംഗത്തെത്തി. അർജുന്റെ സഹോദരന്റെ DNA ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശമുണ്ട്. ഇത് ചേർത്ത് പരിശോധിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തോടും സ്ഥലത്തെത്താൻ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. അർജുന്റെ സഹോദരനും ലോറി ഉടമ മനാഫും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. നിലവിൽ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ഗംഗാവരി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണെന്നും പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ സാഹചര്യം ഇല്ലെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. സ്വമേധയാ പുഴയിൽ ഇറങ്ങാൻ തയ്യാറാണെന്നും മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപെ സംഘം പറഞ്ഞെങ്കിലും ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല.